പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സേമിയയും പാലും വെച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അടുപ്പിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഉണക്കമുന്തിരി നല്ലൊരു വറവായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാനിതാ 1/2 കപ്പോളം സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുക്കാത്ത സേമിയാണ്, അപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത സേമിയാണ് ഉള്ളതെങ്കിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സേമിയ നല്ലൊരു വറവായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുള്ള ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പോളം തിളപ്പിച്ചെടുത്തിട്ടുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സേമിയ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും പാലൊക്കെ ചേർത്ത് കൊടുക്കണം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കും. അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കും. അപ്പോൾ ഇത് വെന്ത് വറ്റി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. അതിനായിട്ട് ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏലക്കായ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ പഞ്ചസാര മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആ സേമിയൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയ നല്ലപോലെ തന്നെ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സേമിയ വേവാനായിട്ട് കുറച്ച് താമസം എടുക്കും. ഇതിപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഇതിൽ അലിഞ്ഞു വന്ന് കഴിയുമ്പോൾ സേമിയ ഒന്നുകൂടെ ഒന്ന് ലൂസായി വരും. അപ്പോൾ വീണ്ടും നമുക്കിത് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം. ഇപ്പോൾ സേമിയൊക്കെ നല്ലപോലെ വറ്റി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഉണക്കമുന്തിരി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ അവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം.
നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സേമിയ കേസരിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.